ഹലോ ഗായ്സ്, MF ക്രാഫ്റ്റ്സ് ആൻഡ് ടെക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തരമായ എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന വാഴയിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ഇട്ടാലും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വാഴ വെട്ടിയിട്ടിടാം. ഇവിടെ ഒരു വാഴ ഒടിഞ്ഞ് കിടപ്പുണ്ട്, നമുക്ക് തൽക്കാലം അതെടുക്കാം. ഇതിനെ നമുക്ക് ഇനി ഒരു 3-4 കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ആവശ്യമുള്ളത് ഇതേപോലത്തെ പഴയ ബാറ്ററിയാണ്, റിമോട്ടിലൊക്കെ ഇടുന്നത്. അപ്പം ഇതിൻ്റെ നമുക്കൊന്ന് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബാറ്ററി ആദ്യം എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള കവറൊന്ന് കളയാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് സിങ്ക്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിനാദ്യം നമുക്ക് പൊളിച്ചെടുക്കാം. ഒരു ചെറിയ കത്തി കൊണ്ടോ പ്ലെയർ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മുറിച്ച് കളയണം. ഒരു എക്സോൾഡ് ഉപയോഗിച്ച് മുറിക്കുന്നതാണ് നല്ലത്. അതാവുമ്പം പെട്ടെന്ന് മുറിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ താഴ്വശം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിങ്ക് ഒന്ന് പൊളിച്ചെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു ഗ്ലൗസ് ധരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അടുത്തതായിട്ട് ഇതിനകത്തോട്ട് കാണുന്ന ഈ കാർബൺ തണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതേ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ സിങ്കിനെ ഒരു 4 കഷ്ണമാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ഈ മുന പോലെ കൂർപ്പിച്ചെടുക്കാം. ഫ്രണ്ട് ഭാഗം ഇത് വാഴയിൽ കുത്തുമ്പോൾ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 4 എണ്ണത്തിനും ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണം. വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾസ് ഇടുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതിലെല്ലാത്തിലും നമ്മൾ ഹോൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വയർ വേണം. അതിൽ ഒരു വയർ നമ്മൾ സിങ്കിലോട്ടും, പിന്നെ അതിൻ്റെ മറ്റേ അറ്റം നേരത്തെ നമ്മളെടുത്ത കാർബൺ തണ്ടിലോട്ടും. ഇങ്ങനെ നമുക്കൊരു 3 പെയർ ചെയ്തെടുക്കണം. അങ്ങനെ 3 പെയർ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലാതെ ഒരു കാർബൺ തണ്ടിൽ ഒരു വയറും ആ സിങ്കിൽ ഒരു വയറും അങ്ങനെ എടുപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വാഴ തടകൾ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഈ സിങ്ക് പ്ലേറ്റ് ഒരു വാഴ തട്ടേര ഫസ്റ്റും ഈ കാർബൺ തണ്ട് അടുത്ത തടയിലോട്ടും കുത്തിവയ്ക്കുക. ഇതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യുക. നമ്മളൊരു സീരീസ് കണക്ഷനായിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മളത് അവസാനത്തതും ഒക്കെയാണ് ഇത് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഒറ്റയ്ക്ക് ചുറ്റി വെച്ചിരുന്ന ഇത് രണ്ടും അതിൽ അവസാനമായി കാർബൺ കുത്തിയെടുത്ത് അടുത്ത സൈഡിലോട്ട് സിങ്ക് കുത്തിക്കുക. അടുത്തിവിടെ സിങ്ക് കുത്തി വെച്ച സ്ഥലത്ത് കാർബൺ കുത്തിക്കുക.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിനെ ഇനി മൾട്ടിമീറ്റർ വെച്ച് എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 1.72-70 കാണിക്കുന്നത്. സാധാരണ നമ്മൾ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററിയുടെ ഏകദേശം ആ ഒരു വോൾട്ടേജാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.